Hello guys, welcome back to TechyTalks. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിക്കാച്ചി സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ്. ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നല്ല സ്റ്റൈലിഷ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുവാനും, അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുവാനും, അങ്ങനെയൊക്കെയുള്ള പല പല ആവശ്യത്തിനും വേണ്ടി ഈ ആപ്പ് വളരെ ഉപകാരപ്രദമാണ്. അതും വളരെ ഈസി ആയിട്ട് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. സോ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി. പ്ലേ സ്റ്റോറിൽ സെർച്ച് ഫോർ ആപ്സിൽ സെർച്ച് ബാറിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നോക്കാം. റിമൂവ് BG എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. റിമൂവ് BG സ്റ്റാൻഡ്സ് ഫോർ ബാക്ക്ഗ്രൗണ്ട്. സോ ആദ്യം കാണുന്ന ആപ്ലിക്കേഷനാണ് സെർച്ച് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. റിമൂവ് BG, റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി. നോക്കിയാൽ കാണാം ഈ ആപ്ലിക്കേഷന് 4.3 റേറ്റിംഗ് ഉണ്ട്. ഒരുപാട് അടിപൊളി ആപ്ലിക്കേഷനാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നു. അപ്ലോഡ് ആൻ ഇമേജ് ടു റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ബ്ലൂ ടാബ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. സോ ഇതിൽ ക്യാമറയുണ്ട്, പിക്സാർട്ട്, ആൽബംസ്, ഗാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് എൻ്റെ ഫോണിൽ സേവ് ആയിട്ടുള്ള ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഫോണിൻ്റെ ഗാലറിയിൽ നിന്നും ഞാനൊരു ഫോട്ടോ ചൂസ് ചെയ്യുവാണ്. നമുക്കൊരു ഫിലിം സ്റ്റാറിൻ്റെ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഞാൻ ചൂസ് ചെയ്തു. അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാതെ തന്നെ ഒറ്റ ക്ലിക്കിൽ ഫോട്ടോ അപ്ലോഡ് ആയി കഴിഞ്ഞു. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ലേബൽ ബ്ലൂ കളറിൽ നമുക്ക് കാണാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ലേബലിന് തൊട്ടടുത്ത വശത്തായി ഒറിജിനൽ എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഫോട്ടോ കാണാം. സോ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് PNG ഇമേജായി മാറിയിരിക്കുകയാണ്. ഇമേജിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ എഡിറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. സോ പ്രിവ്യൂ എന്നും ഹൈ റെസൊല്യൂഷൻ എന്നും കാണാം. സോ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം, പോർട്രേറ്റ് മോഡ് ആക്കാം, അങ്ങനെ പല ചേഞ്ചസും നമുക്ക് ഇവിടെ വരുത്തി തന്നെ നോക്കാം. സോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഈ സോഫ്റ്റ്വെയർ തന്നെ തരുന്നുണ്ട്. സോ ഇതിൽ തരുന്ന ഓപ്ഷൻസ് വെച്ച് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. കൂടാതെ നമ്മുടെ ഫോണിൽ നല്ല നല്ല സീനറീസും ബാക്ക്ഗ്രൗണ്ട്സും അടിപൊളി കിടിക്കാച്ചി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് തന്നെ നമ്മുടെ ഗാലറിയിൽ പോയി നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ചൂസ് ചെയ്ത് ഇവിടുന്ന് തന്നെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ട്രാൻസ്പെറൻറ്റ് PNG ഇമേജസ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നല്ല കിടിക്കാച്ചി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഫോണിലുണ്ടെങ്കിൽ അത് വെച്ച് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷനെ കുറിച്ച് പറയാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ടാബിൽ എറേസ് ഓർ റീസ്റ്റോർ എന്ന് കാണാം. അതിൽ ബ്രഷ് സൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഈ പ്രോപ്പർ ഇമേജ് എറേസ് ചെയ്യാം. നമുക്ക് റിമൂവ് ചെയ്യേണ്ട അഡീഷണൽ ആയിട്ടുള്ള ഏരിയാസ് ഈ ബ്രഷ് സൈസ് ഉപയോഗിച്ച് എറേസ് ചെയ്യാം. പോയിൻ്ററിൽ നിന്നും ബ്രഷിൻ്റെ ഓഫ്സെറ്റ് വരെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ അമർത്തുക. സോ നമ്മൾ ഈ കാണുന്ന ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഡൗൺലോഡ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഡൗൺലോഡ്, അത് ലോ ക്വാളിറ്റി ഇമേജസ് ആയിരിക്കും, ഗുഡ് ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ 0.25 മെഗാപിക്സൽ. രണ്ടാമത്തേത് ഡൗൺലോഡ് ഹൈ ഡെഫിനിഷൻ HD, ബെസ്റ്റ് ക്വാളിറ്റി 25 മെഗാപിക്സൽ വരെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഡൗൺലോഡ് HD ഞാൻ പ്രസ് ചെയ്തു. HD പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ക്രെഡിറ്റ് വേണം, ഇതിൽ സൈനപ്പ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ലോ ക്വാളിറ്റി പ്രസ് ചെയ്ത് ഡാറ്റ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം. ലോ ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്താലും ഇതിൽ നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് വരിക. അത് ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടി. ഇമേജ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. സോ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും.
സോ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതുപുത്തൻ കിടിലൻ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ബട്ടണും അമർത്തുക. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.